സ്കന്ദഷഷ്ഠി വ്രതം സുബ്രഹ്മണ്യ സ്വാമിക്കായി സമർപ്പിച്ചൊരു പരിശുദ്ധ വ്രതമാണ് കേട്ടോ. ഈ വർഷത്തെ സ്കന്ദഷഷ്ഠി വരുന്നത് ഒക്ടോബർ 27 തിങ്കളാഴ്ചയാണ്. തുലാമാസത്തിലെ ഷഷ്ടിനാൾ സ്കന്ദഷഷ്ഠി എന്ന് പറയുന്നു. സുബ്രഹ്മണ്യ സ്വാമി ശൂര പത്മാസുരനെ നിഗ്രഹിച്ചത് സ്കന്ദഷഷ്ഠി ദിനത്തിലാണ്. ഭക്തിയോടെ അനുഷ്ഠിക്കേണ്ട ഒന്നാണ് ഷഷ്ഠിവ്രതം. ഈ വ്രതം 6 ദിവസം നീണ്ടുവരികയും ഈ കാലയളവിൽ ഉപവാസവും പ്രത്യേക പൂജകളും അനുഷ്ഠിക്കേണ്ടതുമാണ്. ഓം ശരവണഭവ, ഓം സ്കന്ധായ നമ എന്ന മൂലമന്ത്രം 21 തവണയോ 108 തവണയോ ഈ വ്രതദിനങ്ങളിൽ പ്രഭാതസന്ധ്യകളിൽ ജപിക്കുന്നത് ഉത്തമമാണ് കേട്ടോ. ഷഷ്ഠി ദിനത്തിൽ അതിരാവിലെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി ഭഗവാന്റെ മുന്നിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. കഴിയുമെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ നാമങ്ങളും ചൊല്ലി പകൽ ഉറങ്ങാതെ കൂടുതൽ സമയം ക്ഷേത്രത്തിൽ തങ്ങുന്നതും ഉത്തമമാണ് കേട്ടോ. ലളിതമായ ഭക്ഷണം ഉപയോഗിക്കുക കേട്ടോ. ഈ ഉപവാസം വിശേഷമായി മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് സന്താന ശ്രേഷ്ഠതയ്ക്കും സന്താന ലാഭത്തിനും ഉത്തമമാണ് കേട്ടോ. അവയ്ക്ക് പുറമെ ശത്രുനാശം, രോഗനിവാരണം, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്കും ഈ ഷഷ്ഠിവ്രതം മൂലം നമുക്ക് സാധിക്കുന്നു. 6 ഷഷ്ഠിവ്രതം എടുക്കുന്നതിന് തുല്യമാണ് സ്കന്ദഷഷ്ഠി വ്രതം എടുത്താൽ നമുക്ക് ലഭിക്കുക കേട്ടോ. ക്ഷേത്ര ദർശനത്തിന് പുറമെ സ്കന്ദഷഷ്ഠിയുടെ പൂർണ്ണ ബലത്തിനായി ഭക്തർക്ക് പഞ്ചാമൃത അഭിഷേകം, പാലഭിഷേകം, കരിക്കഭിഷേകം എന്നിവ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഉരുവായുളതായിലതായി മരുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയിരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് ഗുഹനേ.